ഫുട്ബോൾ താരം ടി.എ. ജാഫർ അന്തരിച്ചു. കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി നേടുമ്പോൾ ടീമിന്റെ വൈസ് ക്യാപ്റ്റനായിരുന്നു. 1992-ൽ കോയമ്പത്തൂരിലും 1993-ൽ കൊച്ചിയിലും കേരളം സന്തോഷ് ട്രോഫി കിരീടം നേടുമ്പോൾ ടി.എ. ജാഫറായിരുന്നു പരിശീലകൻ. എസ് ശ്രീകാന്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. ശ്രീകാന്ത്, എപ്പോഴാണ് അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിച്ചത്? അദ്ദേഹത്തിന്റെ സംഭാവനകളെ, ആ വലിയ സംഭാവനകളെ ഈ ഘട്ടത്തിൽ എങ്ങനെയാണ് ഓർക്കാൻ കഴിയുന്നത് ശ്രീകാന്ത്? ദുഃഖകരമായ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. കാരണം കേരള ഫുട്ബോളിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട പല മത്സരങ്ങളടക്കം പങ്കുവഹിച്ചിട്ടുള്ള ഈ പരിശീലകനായും കളിക്കാരനായും പങ്കുവഹിച്ചിട്ടുള്ള വ്യക്തിയാണ് ടി.എ. ജാഫർ. അദ്ദേഹം അന്തരിച്ചു. 1973-ൽ കൊച്ചിയിൽ കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി നേടുമ്പോൾ വൈസ് ക്യാപ്റ്റനായിരുന്നു ജാഫർ. 92-ൽ കോയമ്പത്തൂരിലും 93-ൽ കൊച്ചിയിലും തുടർച്ചയായി കേരളം കിരീടം നേടുമ്പോൾ പരിശീലക സ്ഥാനത്തും ജാഫർ ഉണ്ടായിരുന്നു. 74-ൽ ജലന്ധർ സന്തോഷ് ട്രോഫിയിൽ കേരളത്തിന്റെ നായക സ്ഥാനവും ഈ പ്രീമിയർ താരം അലങ്കരിച്ചിട്ടുണ്ട്. 73-ലെ ആദ്യ സന്തോഷ് ട്രോഫി വിജയത്തിന്റെ 50-ാം വാർഷികത്തിന് 2 ദിവസം മാത്രം ബാക്കിയിരിക്കെയാണ് ടീമിന്റെ നെടും തൂണുകളിൽ ഒരാളായിരുന്ന ജാഫർ വിടവാങ്ങുന്നത്. വലിയ നഷ്ടം കേരളത്തിന്റെ കായിക ലോകത്തിന്. ശരി, എസ് ശ്രീകാന്ത് വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്ന്.